റബിയുല്ലവ്വൽ 12-ന് അറേബ്യയിലെ മക്കയിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാവ് സഹ്റ കുടുംബത്തിലെ വഹാബ് ഇബ്നു അബ്ദുൽ മനാഫിന്റെ മകളായ ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയാണ്. അദ്ദേഹത്തിന്റെ പൂർവികർ പിന്തുടർന്നത് ഇബ്രാഹിം നബിയുടെ പുത്രനായ ഇസ്മായിൽ നബിയുടെ പാതയായിരുന്നു. പ്രവാചകന്റെ പിതാവ് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി. 6 വയസ്സുവരെ അദ്ദേഹം മാതാവിന്റെ സംരക്ഷണത്തിലായിരുന്നു. 6 വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മാതാവും വഫാത്തായി. പിന്നീട് അദ്ദേഹം പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണയിലായിരുന്നു. പക്ഷേ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹവും മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്നെ പ്രവാചകനെ അദ്ദേഹത്തിന്റെ അമ്മാവൻ അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചിരുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി ഒരു അനുസരണയുള്ള കുട്ടിയായി വളർന്നു. അദ്ദേഹത്തിന് 12 വയസ്സായപ്പോൾ അദ്ദേഹം തന്റെ അമ്മാവനായ അബൂ ത്വാലിബിന്റെ കൂടെ ബസ്റയിലേക്ക് യാത്ര തിരിച്ചു. അവർ മരുഭൂമിയിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്തു. ബസ്റയിൽ അബൂ ത്വാലിബ് ഒരു ക്രിസ്തീയ പുരോഹിതനായ ബഹീറയെ കണ്ടുമുട്ടി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുരോഹിതന് പരിചയപ്പെടുത്തിയപ്പോൾ ബഹീറയ്ക്ക് ആ ബാലനിൽ വളരെ ആകർഷണം തോന്നി. അദ്ദേഹം അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഈ ബാലനെ കൊണ്ട് മടങ്ങിച്ചെല്ലുക. ജൂതന്മാരുടെ വിദ്വേഷത്തിൽ നിന്ന് ഇവനെ സംരക്ഷിക്കുക. മഹത്തായ ഒരു ജീവിതം താങ്കളുടെ അനന്തരവനിൽ കാണുന്നു. ആ പുരോഹിതൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അബൂ ത്വാലിബിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ അനന്തരവൻ വെറും ഒരു സാധാരണ കുട്ടിയായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് മടങ്ങിയെത്തി. ഈ യാത്രയ്ക്ക് ശേഷം പ്രവാചകന്റെ ജീവിതത്തിൽ വളരെ കാലം പ്രത്യേകമായി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ എല്ലാ ആളുകളും അദ്ദേഹത്തിന് വലിയ ജ്ഞാനവും നല്ല പെരുമാറ്റവും ധാർമ്മികതകളും ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. അത് മക്കയിലെ ജനങ്ങളിൽ അപൂർവമായിരുന്നു. അദ്ദേഹത്തിന്റെ സൽസ്വഭാവം കൊണ്ടും അറിവുകൊണ്ടും അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരും അദ്ദേഹത്തെ സത്യവിശ്വാസി എന്നർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു. മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിലെ ജോലി ചെയ്യേണ്ടതായി വന്നു. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രവാചകൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായും ഏകാന്ത ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മക്കയിലെ ജനങ്ങൾക്കിടയിൽ രക്തരൂക്ഷിത ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമായിരുന്നു. നിയമങ്ങളെക്കുറിച്ചൊന്നും ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിക്കുമായിരുന്നു. അക്കാലത്ത് മക്കയിൽ ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. പ്രവാചകൻ തന്റെ 25-ാമത്തെ വയസ്സിൽ സിറിയയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വച്ചാണ് അദ്ദേഹം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടിയത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും സുന്ദരിയും മഹാമനസ്കയുമായ ഒരു സ്ത്രീയായിരുന്നു. അവർ വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചത്. അവർ ഒരു വിധവയായിരുന്നു. ഒരു വിധവയായിരുന്നിട്ടും സമൂഹത്തിൽ ധനികരും പ്രമുഖരുമായ പലരും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ അതെല്ലാം നിരസിച്ചു. വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ മാത്രമായിരുന്നു അത്. ഖദീജ റളിയല്ലാഹു അൻഹയെ തന്റെ കച്ചവടം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സത്യസന്ധനായ ഒരാളെ തേടുകയായിരുന്നു. അപ്പോഴാണ് അവർ പ്രവാചകനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു അനാഥനും പാവപ്പെട്ടവനും ആണെന്നറിയാമെങ്കിലും അദ്ദേഹം ഒരു ഉന്നത കുടുംബത്തിൽ നിന്നാണെന്നും അവർക്ക് മനസ്സിലായി. അദ്ദേഹം കുറ്റമറ്റതും ധാർമ്മിക സ്വഭാവം ഉള്ളവനുമായിരുന്നു. മാത്രമല്ല ഏറ്റവും സത്യസന്ധനായ മനുഷ്യനാണെന്നും അറിയപ്പെടുന്നു. പ്രവാചകൻ പെട്ടെന്നു തന്നെ ജോലി ചെയ്തു തുടങ്ങി. തന്റെ ആദ്യ കച്ചവടത്തിനായി ഒരു ജോലിക്കാരനുമായി അദ്ദേഹം യാത്ര പുറപ്പെട്ടു. അവർ മടങ്ങി വന്നപ്പോൾ പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ ജോലിക്കാരനോട് അന്വേഷിച്ചു. ആ ജോലിക്കാരന്റെ വിവരണം അവളെ ആശ്ചര്യപ്പെടുത്തി. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലവനാണ് അദ്ദേഹം, അയാൾ പറഞ്ഞു. അദ്ദേഹം എന്നോടോ മറ്റുള്ളവരോടോ മോശമായി പെരുമാറിയിട്ടില്ല. ഞങ്ങൾ കത്തുന്ന സൂര്യന്റെ ചൂടിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മേഘം തണൽ വിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന കച്ചവട സാധനങ്ങൾ വിറ്റു. പിന്നീട് ആ ലാഭം കൊണ്ട് അദ്ദേഹം മറ്റു കച്ചവട സാധനങ്ങൾ വാങ്ങി വീണ്ടും വിറ്റു. അങ്ങനെ ഇരട്ടി ലാഭം ഉണ്ടാക്കുകയായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അദ്ദേഹത്തോട് പ്രണയം തോന്നിത്തുടങ്ങി. അവരെക്കാൾ 15 വയസ്സ് ഇളയതായിരുന്നു പ്രവാചകൻ. എന്നിട്ടും അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ തന്റെ സഹോദരിയെ ആ യുവാവിന്റെ അടുത്തേക്ക് അയച്ചു. താങ്കൾ എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? അവൾ ചോദിച്ചു. ഈ ചോദ്യം അർത്ഥരഹിതമാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു.
മഹനീയതയും സൗന്ദര്യവുമുള്ള ഒരു ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താൽ നിങ്ങൾക്കതിൽ താൽപ്പര്യമുണ്ടാകുമോ? അവൾ ചോദിച്ചു. അതാരാണ്? അവൾ സഹോദരിയെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ആശ്ചര്യത്തോടെ പതുക്കെ ചിരിച്ചു. ഞാനെങ്ങനെ അവരെ വിവാഹം കഴിക്കും? നഗരത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരെ പോലും നിരസിച്ചവരാണവർ. ഈ പാവപ്പെട്ട ഇടയനേക്കാളും അവർ സമ്പന്നയും പ്രമുഖയുമാണ്. മുഹമ്മദ് നബി പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. സഹോദരി മറുപടി പറഞ്ഞു. അധികം വൈകാതെ പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. എല്ലാ മാനവ ചരിത്രത്തിലെയും ഏറ്റവും സ്നേഹവും സന്തുഷ്ടവും വിശുദ്ധവുമായ വിവാഹ ജീവിതത്തിന്റെ ആരംഭമായിരുന്നു അത്. ഈ വിവാഹം അദ്ദേഹത്തിന് ഒരു സ്ത്രീയുടെ സ്നേഹനിർഭരമായ ഹൃദയം നൽകി. അത് അദ്ദേഹത്തിന് ആശ്വാസമേകുകയും ചെയ്തു. അതിനുശേഷം കുറേ വർഷങ്ങൾ അദ്ദേഹം സമ്പന്നനായി ജീവിച്ചു. 35-ാം വയസ്സിൽ അദ്ദേഹം തന്റെ വിധിപ്രകാരം ഒരു ഭീകരമായ തർക്കം പരിഹരിച്ചു. അത് അറേബ്യയെ ഒരു പുതിയ യുദ്ധപാരമ്പര്യത്തിലേക്ക് തള്ളിയിടുമെന്ന ഭീഷണിപ്പെടുത്തലായിരുന്നു. കഅബയുടെ പുനർനിർമ്മാണത്തിനുള്ള സമയമായിരുന്നു അത്. അവിടെ കൂടിയിരുന്ന ഓരോ ഗോത്രവും കറുത്ത കല്ല് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ബഹുമതി ആവശ്യപ്പെട്ടു. ഓരോ ഗോത്രത്തിലെയും ആളുകളും തലവന്മാരും തമ്മിൽ അതിനുവേണ്ടി തർക്കമായി. തർക്കത്തിനിടയിൽ മുതിർന്ന ഒരാൾ ജനങ്ങളോട് പറഞ്ഞു, ആ കവാടത്തിലൂടെ ആദ്യം പ്രവേശിക്കുന്ന ആൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ജനം സമ്മതിച്ചു. അവർ ക്ഷമയോടെ കവാടത്തിലേക്ക് നോക്കി നിന്നു. ആ കവാടത്തിലൂടെ ആദ്യം പ്രവേശിച്ചയാൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വിവിധ ഗോത്രക്കാർ അദ്ദേഹത്തിന്റെ ഉപദേശം തേടി. അവരുടെ പ്രശ്നം കേട്ടതിനു ശേഷം നബി തങ്ങൾ പറഞ്ഞു, ആ കല്ല് ഒരു വലിയ തുണിയിൽ വയ്ക്കുക. ഓരോ ഗോത്രക്കാരും തുണിയുടെ ഓരോ ഭാഗം പിടിച്ചുകൊണ്ട് കല്ല് ഉയർത്തുക. ഈ ആശയം ജനം സന്തോഷത്തോടെ അംഗീകരിച്ചു. ഇങ്ങനെ കല്ലുകൾ അണിനിരത്തി. കഅബയുടെ പുനർനിർമ്മാണം മറ്റു തടസ്സങ്ങൾ കൂടാതെ പൂർത്തീകരിച്ചു. ഈ സമയത്താണ് ഉസ്മാൻ ഇബ്നു ഹുമൈറത്ത് മക്കയിലെത്തിയത്. ബൈസന്റൈൻ ഗോൾഡ് ഉപയോഗിച്ച് അദ്ദേഹം മക്കയുടെ ജനതയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. റോമ ഭരണകൂടത്തെ ആശ്രയിച്ചിരുന്ന പ്രദേശം വേർതിരിക്കുവാനും ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പ്രവാചകൻ ഇടപെടുകയും മക്കയിലെ ജനങ്ങളെ താക്കീത് ചെയ്യുകയും ചെയ്തു. പ്രവാചകൻ എപ്പോഴും ദരിദ്രരെയും ആവശ്യക്കാരെയും സഹായിച്ചിരുന്നു. തൻ്റെ അമ്മാവൻ അബൂ ത്വാലിബ് മോശം അവസ്ഥയിലായിരുന്നപ്പോൾ തൻ്റെ സ്വകാര്യ സമ്പത്ത് ഉപയോഗിച്ച് പ്രവാചകൻ അദ്ദേഹത്തിന്റെ കടബാധ്യതകൾ തീർത്തിരുന്നു. പ്രവാചകൻ തന്റെ അമ്മാവന്റെ പുത്രൻ അലിയുടെ വിദ്യാഭ്യാസത്തിന് മുൻകൈയെടുത്ത് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. 1 വർഷത്തിനു ശേഷം അമ്മാവന്റെ മറ്റൊരു മകനായ അക്കീലിനെ ദത്തെടുത്തു. കഴിഞ്ഞ കഥയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരുന്നപ്പോൾ അനാഥനായതും അദ്ദേഹത്തിന്റെ അമ്മാവൻ അബൂ ത്വാലിബ് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തതും നമ്മൾ പറഞ്ഞു. പിന്നീട് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും മക്കയിൽ താമസിക്കുകയും ചെയ്തു. പ്രവാചകന്റെ വിനയപൂർവമായ ആരംഭത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ സമ്പന്നനും ബഹുമാന്യനുമായി തീർന്നിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 3 ആൺമക്കളെയും 4 പെൺമക്കളെയും പ്രസവിച്ചു. എന്നാൽ ആൺകുട്ടികളിൽ ആരും തന്നെ ജീവിച്ചില്ല. എല്ലാവരും ശൈശവത്തിൽ തന്നെ മരിച്ചു. പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം സ്നേഹിച്ചു. അവനിൽ വിശ്വാസം കണ്ടെത്തുകയും ചെയ്തു. ഇക്കാലത്ത് ഒരു സംഘം അറബ് കൊള്ളക്കാർ സയ്യിദ് എന്ന ബാലനെ അവന്റെ മാതാവിന്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തു. പിന്നീട് കൊള്ളക്കാർ ആ ബാലനെ ഉക്കാസ് എന്ന കമ്പോളത്തിൽ അടിമയായി വിറ്റു. അവനെ വാങ്ങിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായിരുന്നു. അദ്ദേഹം അവനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവനെ ഒരു സമ്മാനമായി പ്രവാചകനെ ഏൽപ്പിച്ചു. പ്രവാചകന് സയ്യിദുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം അവനെ പ്രിയപ്പെട്ട എന്നർത്ഥം വരുന്ന അൽ ഹബീബ് എന്ന് പരാമർശിച്ചിരുന്നു. സയ്യിദിനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേഷ്ടാവായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയും ചെയ്തു. അവന് ഒരു ആത്മീയ മനസ്സും പ്രവാചകന്റെ നല്ല ധാർമ്മികതയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സയ്യിദിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടായിരുന്നു.
അവർ ഓരോ ദിവസവും തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഹജ്ജ് നിർവഹിക്കാൻ സയ്യിദിന്റെ മാതാപിതാക്കൾ മക്ക സന്ദർശിച്ചു. അവർ അവിടെ വച്ച് സയ്യിദിനെ കണ്ടു. വലിയ ആശ്വാസത്തോടെ അവർ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഈ മഹത്തായ വാർത്തയറിഞ്ഞപ്പോൾ ഒരു സഞ്ചി നിറയെ സ്വർണവുമായി വന്ന് പിതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. തന്റെ മകനെ അവന്റെ ഉടമയിൽ നിന്ന് തിരികെ വാങ്ങാൻ കഴിയുമെന്ന് ആ പിതാവ് കരുതി. സയ്യിദിന്റെ പിതാവ് പ്രവാചകനെ കണ്ടു. കുട്ടിയെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആരെ വിട്ടയക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ അടിമ സയ്യിദിനെ. പിതാവ് മറുപടി പറഞ്ഞു, നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ ഞാൻ ഒരു വഴി കാണിച്ചു തരാം. സ്വർണം കൊടുക്കാതെ. ആ പിതാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ അവനെ നിങ്ങളുടെ മുൻപിൽ വിളിക്കാം. അവൻ നിങ്ങളുടെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ മോചിപ്പിക്കാം. നിങ്ങൾക്ക് അവനെ സന്തോഷത്തോടെ കൊണ്ടുപോകാം. അതിന് നിന്നിൽ നിന്ന് ഞാൻ പണം എടുക്കും. പ്രവാചകൻ തുടർന്നു, പക്ഷേ അവൻ എന്നോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങളോടുകൂടെ പോരുവാൻ ഞാൻ അവനെ നിർബന്ധിക്കുകയില്ല. സയ്യിദിന്റെ പിതാവ് സമ്മതിച്ചു. അവർ അവനെ വിളിച്ചു. പ്രവാചകൻ കാര്യങ്ങൾ അവനോട് വിശദീകരിച്ചു. എന്നിട്ട് തീരുമാനമെടുക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങയോടൊപ്പം നിൽക്കും, അവൻ പെട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ്റെ പിതാവ് ഞെട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു അടിമയെപ്പോലെ കഴിയാനാണോ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, പിതാവേ, ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്നിൽ ആഴത്തിൽ സ്പർശിക്കുന്നു. സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തെ വിട്ടു പോകാനും മറ്റെവിടെയെങ്കിലും ജീവിക്കാനും കഴിയില്ല. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ ഹൃദയം വിങ്ങിപ്പോയി. പ്രവാചകൻ സയ്യിദിനെ നഗരത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടു നിർത്തി. ഇവൻ എൻ്റെ മകനാണ്, ഞങ്ങൾ പരസ്പരം അവകാശപ്പെടുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തൽഫലമായി ആ ദിവസങ്ങളിൽ സയ്യിദിനെ സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് പുനർനാമകരണം ചെയ്തു. ഈ സ്നേഹബന്ധം അവസാന ശ്വാസം വരെ നീണ്ടു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായി. അദ്ദേഹം തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വളരെ സങ്കടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം യുദ്ധങ്ങളിൽ തകർന്നു. അദ്ദേഹത്തിൻ്റെ ജനം ബാബർ മതത്തിൽ കുടുങ്ങി. അവർ അന്ധവിശ്വാസികൾക്കും വിഗ്രഹാരാധനയ്ക്കും അടിമകളായിരുന്നു. ആളുകൾ പരസ്പരം എപ്പോഴും പോരടിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഹീറ പർവ്വതത്തിലെ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു പ്രവാചകന്. പല രാത്രികളിലും അദ്ദേഹം അവിടെ ചിലവഴിച്ചിരുന്നു. തൻ്റെ ആഴത്തിലുള്ള ചിന്തകളും ആശയങ്ങളും അദ്ദേഹം സർവ്വലോകജ്ഞാനിയായ അള്ളാഹുവുമായി പങ്കുവച്ചിരുന്നു. അതുപോലെയുള്ള ഒരു രാത്രിയിൽ അടുത്തൊന്നും ആരും ഇല്ലാതിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മലക്കിനെ കണ്ടപ്പോൾ പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മലക്ക് അദ്ദേഹത്തോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. പഠിക്കാൻ പോയിട്ടില്ലാതിരുന്ന പ്രവാചകന് എങ്ങനെ വായിക്കാനാകും? എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പ്രവാചകൻ മലക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് മലക്ക് അദ്ദേഹത്തെ ഉയർത്തിയെടുത്ത് അമർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയില്ല. പ്രവാചകൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. മലക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി ഞെക്കിപ്പിടിച്ചു. അപ്പോൾ നബിതങ്ങൾ തളർന്നുപോയി. മലക്ക് പറഞ്ഞു, വായിക്കുക. നിന്റെ നാഥന്റെ നാമത്തിൽ. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിന്റെ നാഥൻ അത്യധികം ശ്രേഷ്ഠനാണ്. അവൻ പേനയുപയോഗിച്ച് എഴുതാൻ പഠിപ്പിക്കും. ഒന്നും അറിയാത്തവനാണെങ്കിൽ പോലും. പ്രവാചകൻ വിറയ്ക്കുന്ന ഹൃദയത്തോടെ ആ വാക്കുകൾ ആവർത്തിച്ചു. താൻ അനുഭവിച്ച ആ സംഭവത്തിന്റെ അമ്പരപ്പിൽ അദ്ദേഹം വീട്ടിലേക്ക് പോയി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്നെ പൊതിയുക. ഇത് പറയുമ്പോൾ അദ്ദേഹം ഭയന്ന് വിറക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭയം മുഴുവനായും നീങ്ങുന്നതുവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ ഒരു പുതപ്പ് കൊണ്ട് മൂടി. സംഭവിച്ചത് എന്താണെന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് ഭ്രാന്തായെന്ന് തോന്നുന്നുണ്ടോ? അത്തരം ഒരു കാര്യം സംഭവിക്കില്ല. അവർ മറുപടി നൽകി, അള്ളാഹു അത് തടയും. അങ്ങ് പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഒരു ഉറച്ച വിശ്വാസിയാണ്. തുടർന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ബന്ധുവായ വരാവ ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വൃദ്ധനും അന്ധനുമായിരുന്നു. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ നന്നായിട്ടറിയാമായിരുന്നു. അദ്ദേഹം ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. പ്രവാചകന് സംഭവിച്ച കാര്യം അവർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന പരിശുദ്ധാത്മാവാണ്. അദ്ദേഹം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവാചകനാകും. ധീരനായിരിക്കാൻ അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം തുടർന്നും വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹം ഓർത്തുവയ്ക്കുകയും അനുയായികൾക്ക് അത് ആട്ടിൻ തോലിൽ
എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്കും കേൾപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ജനത്തോട് പ്രസംഗിച്ചു തുടങ്ങി. പ്രവാചകന്റെ ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ പ്രവാചകൻ തന്റെ കുടുംബത്തോടും അടുത്ത സുഹൃത്തുക്കളോടുമായിരുന്നു പ്രസംഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു ആദ്യമായി ഇസ്ലാമിലേക്ക് മാറിയ വനിത. അദ്ദേഹത്തിന്റെ ബന്ധു അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യമായി ഇസ്ലാമിലേക്ക് മാറിയ കുട്ടി. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ അടിമ സയ്യിദായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ സ്വതന്ത്ര പുരുഷൻ പ്രവാചകന്റെ പഴയ സുഹൃത്ത് അബൂബക്കർ ആയിരുന്നു. നാളുകളായി പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ വളരെ വിചിത്രമായ സ്വപ്നങ്ങൾ കാണുകയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. പ്രവാചകൻ തനിക്കുണ്ടായ അനുഭവം അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ആ സ്വപ്നം അങ്ങേക്ക് ഉപദ്രവമുണ്ടാക്കില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ ആശ്വസിപ്പിച്ചു. ഒരു ദിവസം രാത്രി പ്രവാചകൻ പതിവ് പോലെ ഹിറ പർവ്വതത്തിലെ ഗുഹയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ആ രാത്രി അദ്ദേഹം അവിടെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവ്യ പ്രകാശത്തോടു കൂടിയുള്ള ഒരാളെ പ്രവാചകൻ കണ്ടത്. ആ മലക്ക് പതുക്കെ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, വായിക്കുക. എന്നാൽ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. പ്രവാചകൻ വളരെ വിനയത്തോടുകൂടി മലക്കിനോട് മറുപടി പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. ആ മലക്ക് തന്റെ കൈകൾ കൊണ്ട് നബിയെ ഇറുക്കി പിടിച്ചുകൊണ്ട് വീണ്ടും കൽപ്പിച്ചു, വായിക്കുക. പക്ഷേ പ്രവാചകൻ എങ്ങനെ വായിക്കാൻ കഴിയും? എനിക്ക് വായിക്കാൻ അറിയില്ല. അതേ ഉത്തരം വീണ്ടും ആവർത്തിച്ചു. ആ സമയം മലക്ക് അദ്ദേഹത്തെ ആദ്യത്തേതിനേക്കാൾ ശക്തമായി കൂട്ടിപ്പിടിച്ചു. പ്രവാചകന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധം മലക്ക് പ്രവാചകനെ ഇറുക്കി പിടിച്ചുകൊണ്ട് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകന് നന്നായി വേദനിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വളരെയധികം പ്രയാസമുണ്ടായി. ആ വേദനയ്ക്കിടയിൽ ഞാൻ എങ്ങനെ വായിക്കും എന്ന് പ്രവാചകൻ മലക്കിനോട് ചോദിച്ചു. മലക്ക് വീണ്ടും അദ്ദേഹത്തെ അമർത്തിപ്പിടിച്ചു. പ്രവാചകന് താനിപ്പോൾ തളർന്നു പോകുമെന്ന് തോന്നി. തുടർന്ന് മലക്ക് പറഞ്ഞു, വായിക്കുക. നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. അവൻ ഒരു രക്തക്കട്ടയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. വായിക്കുക. നിന്റെ നാഥൻ വളരെ ശ്രേഷ്ഠനാണ്. അവൻ പേന ഉപയോഗിച്ച് എഴുതാൻ പഠിപ്പിക്കും, ഒന്നും അറിയാത്തവനാണെങ്കിൽ പോലും. പ്രവാചകൻ വിറക്കുന്ന ഹൃദയത്തോടുകൂടി ആ വാക്കുകൾ ആവർത്തിച്ചു. മലക്ക് അവിടെ നിന്ന് പോകുന്നതിന് മുൻപായി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ്. നീ അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദാണ്. പ്രവാചകന് താൻ അനുഭവിച്ച ആ സംഭവത്തിന്റെ അമ്പരപ്പിൽ വീട്ടിലേക്കോടി. എന്നിട്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയോട് എന്നെ ഒരു പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞു. അദ്ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ഗുഹയിൽ നടന്ന കാര്യങ്ങൾ തന്റെ ഭാര്യയോട് വിശദീകരിച്ചു കൊടുത്തു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ കള്ളം പറയുകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങ് ഭയപ്പെടേണ്ട. അങ്ങ് സത്യമാണ് പറയുന്നത്. അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമാണ്. അങ്ങയുടെ ജനങ്ങളെ ഇതിലേക്ക് നയിക്കുക. അവർ മറുപടി പറഞ്ഞു. തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹ അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു വൃദ്ധനും അന്ധനുമായിരുന്നു. അദ്ദേഹത്തിന് വേദങ്ങളെ കുറിച്ചെല്ലാം നല്ല അറിവുണ്ടായിരുന്നു. തന്റെ ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് വിശുദ്ധൻ വിശുദ്ധൻ എന്ന് പറഞ്ഞു. അത് മൂസാ നബിയുടെ അടുത്ത് നിന്ന് വന്ന മലക്കാണ്. മുഹമ്മദ് തന്റെ ജനങ്ങളുടെ പ്രവാചകനാവും എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് തന്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുകയും അത് ഓർത്തുവെക്കുകയും അനുയായികൾക്കായി അത് ആട്ടിൻതോലിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ അദ്ദേഹം തന്റെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലുമായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് മാറിയ ആദ്യ വനിതയായിരുന്നു. പ്രവാചകന്റെ ബന്ധുവായ അലി ഇബ്നു അബൂ താലിബായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ കുട്ടി. ആദ്യത്തെ അടിമ സയ്യിദ് ആയിരുന്നു. പ്രവാചകന്റെ സുഹൃത്തായ അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ പുരുഷൻ. വർഷങ്ങൾക്ക് ശേഷം
പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അബൂബക്കർ ഒഴികെ മറ്റാരും ആദ്യമൊന്നും സംശയിക്കാതെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പ്രവാചകൻ അള്ളാഹുവിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന്റെ വിഡ്ഢിത്തം അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അക്കാലത്ത് മക്കയിൽ വിവിധ തരം ഗോത്രക്കാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ശക്തരായിരുന്നു ഖുറൈശികൾ. ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ പറയുന്നതിനെ ഗൗരവമായി കണ്ടില്ല. അവർ അദ്ദേഹത്തെ അവഗണിച്ചു. എന്നാൽ കാലം കഴിയും തോറും കൂടുതൽ ആളുകൾ പ്രവാചകന്റെ അനുയായികളായി വന്നത് അവർ കണ്ടു. പ്രവാചകൻ ജനങ്ങൾക്കിടയിൽ രാവും പകലും തന്റെ പ്രഭാഷണം നടത്തിക്കൊണ്ടേയിരുന്നു. ദൂരസ്ഥലങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കുമെല്ലാം ഖുർആൻ സന്ദേശങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തു. അതിന്റെ ഫലമായി ധാരാളം ആളുകൾ വിഗ്രഹാരാധന നിർത്തുകയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദയാലുവായിരുന്നു, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട്. അദ്ദേഹം വൃദ്ധരെയും യുവാക്കളെയും ദരിദ്രരെയും സമ്പന്നരെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നു. ഒരു വൃദ്ധയായ സ്ത്രീ ആ നഗരത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു ശീലമുണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്ന ഒരു ചീത്ത ശീലം അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നത് അതുവഴിയായിരുന്നു. അവർ ഓരോ തവണ ഇങ്ങനെ ചെയ്യുമ്പോഴും മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അവരോട് ദേഷ്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഒരു അക്ഷരം പോലും പറയാതെ മുന്നോട്ടു പോവുകയാണ് പതിവ്. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയായിരുന്നു. ആ വൃദ്ധയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആ സ്ത്രീ അവിടെ ഇല്ലായിരുന്നു. അവരെ കാണാത്ത കാരണം പ്രവാചകൻ അവിടെ നിന്ന അയൽവാസിയോട് അവരെ കുറിച്ച് ചോദിച്ചു. ആ വൃദ്ധയെക്കുറിച്ച് പ്രവാചകൻ അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. അവർക്ക് തീരെ സുഖമില്ലെന്നും അവർ കിടപ്പിലാണെന്നും അയൽവാസി അദ്ദേഹത്തെ അറിയിച്ചു. പ്രവാചകൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് അവരെ ചെന്ന് കാണാൻ അവരോട് അനുവാദം ചോദിച്ചു. അവർ അനുവാദം നൽകിയപ്പോൾ പ്രവാചകൻ വീടിനകത്ത് കയറുകയും അവരെ കാണുകയും ചെയ്തു. ആ സ്ത്രീ കരുതിയത് പ്രവാചകൻ പ്രതികാരം ചെയ്യാൻ വന്നതാണെന്നാണ്. എന്നാൽ പ്രവാചകൻ അവരെ നോക്കി പുഞ്ചിരിക്കുകയും തനിക്ക് അവരോട് ഒരു പ്രതികാരവുമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. പ്രവാചകന്റെ സ്നേഹവും ദയയും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർക്കിപ്പോൾ പ്രവാചകന്റെ മഹത്വം ശരിക്കും മനസ്സിലായി. കൂടാതെ അദ്ദേഹം സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി. അതുമാത്രമല്ല, യഥാർത്ഥ മതം ഇസ്ലാമാണെന്ന് അവർ മനസ്സിലാക്കുകയും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഖുറൈശി ഗോത്രത്തിലെ ആളുകളും പുരോഹിതന്മാരുമെല്ലാം പ്രവാചകനെ അവരുടെ മതത്തിലേക്ക് ചേർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി അവർ ഉത്തുബയെ പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു: സമ്പത്തും ആദരവും അന്തസ്സും നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ സേവിക്കാം. നീ ആധിപത്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ രാജാവുമാക്കാം. ഉത്തുബ പറഞ്ഞു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു. അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യത്തെ 13 ആയത്തുകൾ പാരായണം ചെയ്തു. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള സ്വർഗത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആദ്യ സമൂഹ ജനതകൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഖുർആൻ പാരായണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്ബയോട് പറഞ്ഞു: ഇത് നിങ്ങളുടെ പ്രസ്താവനയ്ക്കുള്ള എന്റെ മറുപടിയാണ്. ഇതിൽ ഏതാണ് മികച്ചതെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതോടെ ഉത്ബക്ക് പ്രവാചകന്റെ മഹത്വം തിരിച്ചറിയുകയും പിന്നീട് ഒരിക്കലും അദ്ദേഹം പ്രവാചകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ദിവസം രാത്രി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാത്രി സമയത്ത് കാബ സന്ദർശിക്കാൻ പ്രവാചകന് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം മണിക്കൂറുകളോളം കാബയിൽ ചിലവഴിച്ചു. കുറച്ചു കഴിഞ്ഞ് ഉറക്കം വന്നപ്പോൾ
പ്രവാചകൻ അവിടെ തറയിൽ കിടന്നുറങ്ങി. അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കൈകളിൽ ഉയർത്തി കഅബയുടെ പുറത്തേക്ക് വന്നു. കഅബയുടെ പുറത്ത് മനോഹരമായ ഒരു വെളുത്ത മൃഗം നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരു കഴുതയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. എന്നാൽ ഒരു കുതിരയേക്കാൾ ചെറുതായിരുന്നു അത്. അതിന്റെ ഇരുവശത്തും മനോഹരമായ ചിറകുകൾ ഉണ്ടായിരുന്നു. ഈ മനോഹരമായ ജീവിയെ ബുറാഖ് എന്നാണ് വിളിച്ചിരുന്നത്. പ്രവാചകൻ അതിന്റെ പുറത്ത് കയറിയ ഉടനെ തന്നെ അത് മുന്നോട്ട് കുതിച്ചു. അത് പ്രവാചകനെയും കൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. ആ യാത്ര ജെറുസലേമിലേക്കായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ജെറുസലേമിലെത്തി. അവിടെ ഒരു തകർന്നടിഞ്ഞ ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ബുറാക്കിന്റെ പുറത്തു നിന്നിറങ്ങി ആരാധനാലയത്തിന്റെ നേരെ നടന്നു. അതിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം മുൻകാല പ്രവാചകന്മാരെ അടുത്തു കണ്ടു. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമും മറ്റ് പ്രവാചകന്മാർ എന്നിവരെയെല്ലാം അദ്ദേഹം അവിടെ കണ്ടു. അവരുടെ എല്ലാം ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങിയതായിരുന്നു അത്. അവരെല്ലാവരും മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി ആശംസിച്ചു. എന്നിട്ട് അവരെല്ലാവരും പ്രവാചകന്റെ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ബുറാക്കിന്റെ പുറത്ത് കയറാൻ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബുറാക്ക് ആ ആരാധനാലയത്തിൽ നിന്നും പ്രവാചകനെയും കൊണ്ട് യാത്ര തുടർന്നു. അത് നേരെ ആകാശത്തിലേക്ക് ഉയർന്നു. അത് വിശിഷ്ടമായ ഒരു യാത്രയായിരുന്നു. പതുക്കെ പതുക്കെ ഈ ലോകത്തിന്റെ രൂപം മറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗത്തിന്റെ വ്യത്യസ്ത നിലകളുടെ ഓരോ കവാടവും പ്രവാചകൻ കടന്നുപോയി. ബുറാക്ക് ചിറകുകൾ വിടർത്തിയ ഒരു പക്ഷിയെ പോലെ പ്രവാചകനെയും കൊണ്ട് പറന്നു. സ്വർഗത്തിന്റെ 7 നിലകളിൽ ഓരോന്നോരോന്നായി കടന്നുപോയി. സ്വർഗത്തിൽ വെച്ച് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഴയ പ്രവാചകരെ കണ്ടു. പ്രവാചകനെ കണ്ടപ്പോൾ അവർ ഓരോരുത്തരും അദ്ദേഹത്തെ ആശീർവദിച്ചു. അങ്ങനെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയപ്പോൾ അദ്ദേഹം മരത്തിന്റെ ആകൃതിയിലുള്ള ഒരു മഴവിൽ വർണ്ണങ്ങൾ കണ്ടു. ഇതിനെയാണ് സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്നത്. അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അറിയുന്നതല്ല. പ്രവാചകൻ അവിടെ ഇരുന്നു. പതുക്കെ പ്രവാചകൻ അല്ലാഹുവിന്റെ സാമീപ്യവും കഴിവും സിദ്റത്തുൽ മുൻതഹയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത് അനുഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു പ്രകാശം പരന്നു. പ്രവാചകൻ അമ്പരന്നു. പിന്നീട് അതിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. പ്രവാചകനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഒരു ദിവസം 50 തവണ നിർബന്ധമായി നമസ്കരിക്കാൻ ആ ശബ്ദം പ്രവാചകനോട് ആജ്ഞാപിച്ചു. പ്രവാചകൻ അത് സമ്മതിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാമുമായി തിരിച്ചു പോരുകയും ചെയ്തു. ഓരോ നിലകളിലായുള്ള സ്വർഗം ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം ഓരോന്നായി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന മൂസ നബി അലൈഹിസ്സലാമിനെ പ്രവാചകൻ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകൻ അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പ്രവാചകനോട് തിരിച്ചു പോകുവാനും നിസ്കാരങ്ങളുടെ എണ്ണം കുറച്ചു തരുവാനും ആവശ്യപ്പെടാൻ പറഞ്ഞു. പ്രവാചകൻ അത് അംഗീകരിക്കുകയും തിരിച്ച് സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് നിസ്കാരങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അത് സമ്മതിക്കുകയും നിസ്കാരത്തിന്റെ എണ്ണം പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. പ്രവാചകൻ സന്തോഷത്തോടെ തിരിച്ച് യാത്രയാവുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം മൂസ നബി അലൈഹിസ്സലാമിനെ കാണുകയും നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചതിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്തു. എന്നാൽ മൂസ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചു തരുവാൻ ആവശ്യപ്പെടാൻ പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ അത് സമ്മതിക്കുകയും വീണ്ടും തിരിച്ച് സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോവുകയും ചെയ്തു. പ്രവാചകൻ വീണ്ടും അള്ളാഹുവിനോട് നിസ്കാരത്തിന്റെ എണ്ണം ഇനിയും കുറച്ചു തരാൻ അപേക്ഷിച്ചു. ഇത് പലതവണ ആവർത്തിച്ചു. അള്ളാഹു അവസാനം അത് ദിവസവും 5 ആയി കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ബുറാക്കും പ്രവാചകനും വളരെ സുരക്ഷിതമായി കഅബയിൽ തിരിച്ചെത്തി. ഈ യാത്രയാണ് ഇസ്രാ മിഅ്റാജ് എന്നറിയപ്പെട്ടത്.
മക്കയിലുള്ള ഗോത്രത്തലവന്മാർ പ്രവാചകന്റെ മതപ്രഭാഷണം നിർത്തുന്നതിനു വേണ്ടി പല വഴികളും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളെ അവർ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. തന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് പ്രവാചകന് വളരെയധികം വിഷമം തോന്നി. അദ്ദേഹം തന്റെ ജനതയോട് അവിടെ നിന്ന് മറ്റേതെങ്കിലും ഒരു നഗരത്തിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് അവരുടെ അയൽ രാജ്യം ഭരിച്ചിരുന്നത് നിഗസ് എന്ന രാജാവായിരുന്നു. അദ്ദേഹം തന്റെ ജനങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം വളരെ ബുദ്ധിമാനുമായിരുന്നു. നിഗസ് രാജാവിന്റെ കീഴിൽ തന്റെ ജനത സുരക്ഷിതമായിരിക്കുമെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. തന്റെ ജനങ്ങൾക്ക് ഒരു സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ രാജാവിന് ഒരു സന്ദേശം അയച്ചു. തന്റെ ആളുകളിൽ നിന്നും കുറച്ചു കുടുംബത്തോട് അയൽ രാജ്യത്തിലേക്ക് പലായനം ചെയ്യാൻ നബി ആവശ്യപ്പെട്ടു. ആളുകൾ സമ്മതിക്കുകയും കുറച്ചു കുടുംബങ്ങൾ രാത്രിയായപ്പോൾ ശത്രുക്കൾ കാണാതെ അബീസിനിയയിലേക്ക് യാത്ര പുറപ്പെട്ടു. അഭയാർത്ഥികൾ രാജാവിന്റെ അനുവാദത്തിനായി കൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് അവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അവരെ പിന്തുടർന്ന് വീണ്ടും ആളുകളെത്തി. പിന്നെയും ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 100ഓളം കുടുംബങ്ങൾ അങ്ങോട്ട് കുടിയേറി പാർത്തു. ഈ സമയം പ്രവാചകന് ധാരാളം അനുയായികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതായിരുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഇസ്ലാമിനെ വെറുക്കുകയും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഖുറൈശികൾക്ക് വലിയ ദേഷ്യം വരികയും അവർ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു രാത്രി അവർ പ്രവാചകനെ കൊല്ലുന്നതിനു വേണ്ടി കുറച്ച് ആളുകളെ പ്രവാചകന്റെ വീട്ടിലേക്ക് അയച്ചു. പ്രവാചകന് അവരുടെ പദ്ധതികൾ നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ മക്കയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. പ്രവാചകൻ വീടിന് പുറത്തിറങ്ങുന്നതും നോക്കി ശത്രുക്കൾ നബിയുടെ വീടിന്റെ പുറത്ത് കാത്തുനിന്നു. പ്രവാചകൻ തന്റെ പലായനത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് പോയി കിടക്കാൻ ആവശ്യപ്പെട്ടു. അതുവഴി അക്രമികളെ ആശയക്കുഴപ്പത്തിലാക്കുവാനായിരുന്നു അത്. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അങ്ങയുടെ കിടക്കയിൽ അങ്ങേക്ക് പകരം ഞാൻ കിടക്കുമ്പോൾ എന്റെ ജീവിതം സുരക്ഷിതമാണോ? അതെ, പ്രവാചകൻ മറുപടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹം ഒരു പ്രയാസവും കൂടാതെ പ്രവാചകന്റെ കിടക്കയിൽ കിടക്കുകയും പ്രവാചകന്റെ പുതപ്പെടുത്ത് പുതയ്ക്കുകയും ചെയ്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ചെയ്ത കാരണം പ്രവാചകൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് വളരെ ദൂരേക്ക് രക്ഷപ്പെട്ട വിവരം അക്രമികൾ മനസ്സിലാക്കി. മക്കയിൽ നിന്നും പ്രവാചകൻ മദീനയിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ ആളുകളോടൊപ്പം അവിടെ താമസിക്കുകയും ചെയ്തു. 3 വർഷത്തോളം ഇസ്ലാമിനും പ്രവാചകന്റെ കുടുംബത്തിനും വിലക്കേർപ്പെടുത്തിയിരുന്നു. പുറത്തു വലിയ പുരോഗമനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. 3 വർഷത്തിന് ശേഷമാണ് ഇസ്ലാമിന്റെ മേലുള്ള വിലക്ക് പിൻവലിച്ചത്. അതിനുശേഷം അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചുപോയി. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും മരണപ്പെട്ടത്. തന്നെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ചിരുന്ന തന്റെ സംരക്ഷകനായ അബൂ ത്വാലിബും തനിക്ക് എപ്പോഴും ധൈര്യം പകർന്നു നൽകിയിരുന്ന തന്റെ ജീവിത പങ്കാളിയും തന്നെ വിട്ടു പിരിഞ്ഞതിൽ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം വിഷമിച്ചു. പ്രവാചകൻ തന്റെ ദൗത്യം വർഷങ്ങളോളം തുടർന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം ദൂരസ്ഥലങ്ങളിൽ പ്രഭാഷണത്തിനായി തന്റെ ശിഷ്യന്മാരെ അയച്ചിരുന്നു.